ഭഗവാനെ, സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് സച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തി. നിനക്കെല്ലാം അറിയാലോ. ഞങ്ങളുടെ ഈ സങ്കടം എത്രയും പെട്ടെന്ന് നീ മാറ്റിത്തരണം. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താണെന്ന് മേഡത്തിന് നന്നായിട്ട് അറിയാലോ. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് നടന്നില്ലെങ്കിൽ മറ്റു പലതും നെല്ലിശ്ശേരിയിൽ നടക്കും. എന്താ ഭീഷണിയാണോ? അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് കൂട്ടിക്കോ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കാണണം. മേഡം ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഒന്ന് കാണിക്കുകയും വേണം. അതിനെ ഞാൻ നിന്റെ വേലക്കാരിയൊന്നും അല്ല. ഇനിയും താൻ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് നെല്ലിശ്ശേരിയിലേക്ക് കയറി വന്നാ വേറെ ചില തീരുമാനങ്ങൾ എനിക്കും എടുക്കേണ്ടി വരും. മേഡം എന്ത് തീരുമാനം എടുത്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. എല്ലാം പുറത്തറിഞ്ഞ കുഴപ്പം നിങ്ങൾക്ക് തന്നെയാ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് അങ്ങ് കയറി വരും. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ. വേറൊന്നും നോക്കാനുമില്ല. സച്ചേട്ടാ, അത് നോക്കി. അവന്തികേട്ടത്തെയും ശിവരാമേട്ടനും അല്ലേത്? അയാളെന്ത് ഇത്രയ്ക്ക് കാര്യമായിട്ട് ഏടത്തിയോട് സംസാരിക്കുന്നേ? നമ്മുടെ കുഞ്ഞിനെ ശിവരാമേട്ടനെ തിരിച്ചു കിട്ടാനുള്ള വല്ല പദ്ധതി അവനെ സാധ്യതയുള്ളൂ. കുഞ്ഞിന്റെ കാര്യമായിരിക്കും ശിവരാമേട്ടൻ ഏട്ടത്തിയോട് പറയുന്നത്. സച്ചേട്ടാ, അയാൾ നമ്മളെ കാണരുത്. പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. താ കേറ്. മേലിൽ ഇമാതിരി ഭീഷണിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. വരും. അല്ലാതെ എൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് വേറെ വഴിയില്ല. എൻ്റെ ഈ ആവശ്യം മേഡം നിഷേധിച്ചാൽ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. എന്നാലേ അന്ന് നീ ജയിലിലാവുകയും ചെയ്യും. നിന്റെ ഭാര്യയെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പിന്നെ ഇതുപോലുള്ള കൂടിക്കാഴ്ചയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്യരുത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നെല്ലിശ്ശേരിയിലേക്ക് എങ്ങനെ കയറി വരണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സാർ, സാർ എന്നെ രക്ഷിക്കണം. എന്താ ഇത്? എഴുന്നേക്ക്. താൻ എന്താ കാണിക്കുന്നത്? എടോ, എഴുന്നേക്കാൻ. സാർ എന്നെ രക്ഷിക്കണം. സാറല്ലാതെ വേറൊരു ആശ്രയമില്ല. എനിക്ക് പറയാനുള്ളത് സാറ് കേൾക്കണം. താൻ ആദ്യം എഴുന്നേക്ക്, എന്നിട്ട് പറയാനുള്ളത് കേൾക്കാം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. അച്ഛാ, ഇനി ഇയാളെവിടെ കയറ്റരുത്. സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച വ്യക്തിയാ. ഇയാൾ പറയുന്നൊന്നും അച്ഛൻ വിശ്വസിക്കരുത്. എടോ, നിയമപരമായിട്ടാണ് തന്റെ കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കാ. താൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ദത്തെടുത്തത് ഞാൻ പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. ഞാനിപ്പോൾ വന്നത് ഒരു അവകാശവും പറയാനല്ല. ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാനുമല്ല. ആ കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്തിക്കോളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണം.
അതിനു മുമ്പ് എന്നെ ഇറക്കി വിടരുത്. തനിക്ക് എന്താ പറയാനുള്ളത്? എന്റെ ഭാര്യയുടെ മരണം എന്റെ സമനില ആകെ തെറ്റിച്ചു. കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഭ്രാന്ത് പിടിച്ച് നാട് വിട്ടതാ. നഷ്ടപ്പെട്ടതല്ലോ, അതിനെ കൊല്ലാൻ വേണ്ടി കാട്ടിക്കൊണ്ട് കളഞ്ഞതല്ലേ? ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തു പോയി. ആ സമയത്ത് എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാനുള്ള മാനസിക നില ഉണ്ടായിരുന്നില്ല. ഭ്രാന്ത് പിടിച്ച പോലെ ഞാൻ എങ്ങോട്ടോ പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു. ഒടുവില് പത്രത്തിൽ നിന്നാണ് ഈ വിവരമെല്ലാം ഞാൻ അറിഞ്ഞത്. പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? എന്റെ കുഞ്ഞ് സൗഭാഗ്യത്തോടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി വളരുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. അതിനുള്ള ഒരു അവസരം മാത്രം എനിക്ക് തന്നാ മതി. എനിക്ക് വല്ലപ്പോഴും എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി. അതിന് ഞാൻ എന്തു വേണമെന്നാ ശിവരാമൻ പറയുന്നത്? ആ പഴയ ഡ്രൈവറുടെ ജോലി എനിക്ക് തന്നാ മതി സാറേ. ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെ വന്നാ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാമല്ലോ. ഇയാൾ ഈ പറയുന്നത് മുഴുവൻ കള്ളത്തരവാ. ഇയാൾ തിരിച്ചു വന്നത് ആതിരയുടെ കയ്യിലുള്ള ഇയാളുടെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കും. അതിനുവേണ്ടി ഇവിടെ കയറിപ്പറ്റാനാ ഈ ഡ്രൈവർ ജോലി ചോദിക്കുന്നത്. നടന്നതെല്ലാം ഇയാൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ അതോടെ എൻ്റെ ഇവിടുത്തെ ജീവിതം തീരും. കുഞ്ഞിന്റെ പേരിൽ ഒരു അവകാശവാദത്തിനും വരില്ല. എന്റെ കുഞ്ഞല്ലേ, അത് സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ കുഞ്ഞെല്ലാ സൗഭാഗ്യത്തോടെയും ജീവിക്കല്ലേ, അതെനിക്കറിയാം. അത് ദൂരെ എന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. അച്ഛാ, ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കില്ലേ. സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്ന ദ്രോഹിയാ അയാള്. ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാട്ടിക്കൊണ്ടേ ഉപേക്ഷിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ദുഷ്ടനായ ഇയാളെ വീണ്ടും ഇവിടെ ജോലിക്ക് വെക്കരുത്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാനല്ല എന്റെ ഭാര്യയെ കൊന്നത്, ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാ. എന്നാലും അതിനുത്തരവാദി ഞാൻ തന്നെയാ. എന്റെ വിധി എന്ന് മാത്രമേ ഞാനിപ്പോ കരുതുന്നുള്ളൂ. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സംഭവിച്ചു പോയി. സാർ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ. ഇതെന്റെ അവസാനത്തെ ആശ്രയം. ഇവിടെ നിന്നെ ഇറക്കി വിട്ട ആത്മഹത്യ ചെയ്യുക മാത്രമേ എനിക്ക് വഴിയുള്ളൂ. സച്ചേട്ടാ, ഇയാൾ അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അച്ഛൻ ഇയാളെ ഇവിടെ നിൽക്കാൻ അനുവദിച്ച അതെനിക്കൊരു ഭീഷണിയാവും. ശിവരാമ, എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ പോയിട്ട് പിന്നെ വാ. അയ്യോ സാറേ, എന്നെ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ. സാറും കൂടെ കൈവിട്ട പിന്നെ ഞാൻ മരിക്കും. എനിക്ക് വേറെ വഴിയില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. താൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? എഴുന്നേക്ക്. ആ, ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എന്റെ സങ്കടം സാറ് മനസ്സിലാക്കണേ. ദയവേത് സാർ എന്നെ കൈവിടല്ലേ. തന്നെ എനിക്ക് വിശ്വസിക്കാമോ? അയ്യോ, സാറിന് എന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോകാനാ? അതിനെ ഇനി നല്ല രീതിയിൽ വളർത്താൻ എനിക്ക് കഴിയുമോ? ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ അതിനെനിക്ക് കഴിയുമോ? അതിനേക്കാൾ നല്ലത് സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി ആ കുഞ്ഞിവിടെ വളരുന്നത് ദൂരെ നിന്ന് കാണുന്നതല്ലേ സർ നല്ലത്. എനിക്കത് മതി. വളരുമ്പോ എന്റെ കുഞ്ഞാണെന്ന് അവൾ അറിയ പോലും വേണ്ട. ഈ വീട്ടിൽ ഒരു ജോലിക്കാരനാണെന്ന് എന്റെ മോളങ്ങ് കരുതിക്കോളൂ. എനിക്കതിലൊരു വിഷമമില്ല സാറേ. ദൂരെ നിന്ന് എന്റെ കുഞ്ഞിനെ കാണാനുള്ള അനുവാദം, അത് മാത്രം മതി. ഇയാൾ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നാളെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനോട് ഞാനാണ് നിന്റെ അച്ഛനെന്ന് ഇയാൾ പറഞ്ഞാലോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല സാറേ. ഞാൻ അങ്ങനെ പറയത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ വളരുന്ന കുഞ്ഞത് വിശ്വസിക്കോ സാറേ? ഒരിക്കലും ഇല്ല. ഞാനൊരു ജോലിക്കാരനാണെന്ന് മാത്രമേ കരുതൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചോളാം സാറേ.
ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയ ആ നിമിഷം സാർ എന്നെ പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പൊക്കോളാം. സാർ എന്നെ ഇപ്പൊ ഒഴിവാക്കരുത്. എന്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസരം അത് സാർ എനിക്ക് നിഷേധിക്കരുത്. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ ഈ പറഞ്ഞതിന് വിരുദ്ധമായി തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. മനസ്സിലായോ? താൻ തൻ്റെ വീട്ടിൽ പോയി കിടന്നോണം. രാവിലെ ജോലിക്ക് വന്നിട്ട് വൈകുന്നേരം സ്ഥലം വിട്ടോണം. അനുവാദമില്ലാതെ ഈ വീടിൻ്റെ അകത്തേക്ക് വരരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ തനിക്കിവിടെ ജോലിക്ക് വരാം. സമ്മതമാണ് സാറേ. എനിക്ക് 100 വട്ടം സമ്മതമാണ്. മതി, ഇത്ര മാത്രം മതി എനിക്ക് സാറേ. ആ ആ ആ അച്ഛാ, അയാളെ വിശ്വസിക്കാവോ? അയാളുടെ ഉദ്ദേശം വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അയാൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. മോളെ, കുറച്ച് ദിവസം ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അർച്ചന എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ? ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവൾ എന്തുമാത്രം വിഷമിച്ചു. അപ്പോൾ അയാളുടെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ അയാൾക്ക് എത്രമാത്രം വിഷമം കാണും. ദൂരെ നിന്ന് കണ്ടാൽ മതിയെന്നല്ലേ അയാൾ പറയുന്നത്. അതെങ്കിലും നമ്മൾ അനുവദിക്കണ്ടേ? അത്രയും ദയ നമ്മൾ അയാളോട് കാണിക്കണ്ടേ? ആ കുഞ്ഞിനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ നന്നായി വളർത്താൻ പറ്റില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാം. എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാ. എന്തായാലും കുറച്ച് ദിവസം അയാൾ ജോലിക്ക് നിൽക്കട്ടെ. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. അച്ഛനയാളുടെ കരച്ചില് വീണു. പക്ഷേ പേടിക്കേണ്ടത് നീയാ. അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാ. എനിക്കുറപ്പുണ്ട് അയാൾ വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി തന്നെയാ. എല്ലാ കാര്യങ്ങളും അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നവളല്ലേ നീ. ഇക്കാര്യത്തിലും എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്ക്. രക്തബന്ധം അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്നൊന്നുമല്ല. അത് ഓർമ്മ വേണം. ആലോചിച്ച് വേണ്ടത് ചെയ്. ഞാനൊരു ജോലിക്കാരനാണെന്ന് മാത്രമേ കരുതൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചോളാം സാറേ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയ ആ നിമിഷം സാർ എന്നെ പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പൊക്കോളാം. എനിക്കുറപ്പുണ്ട് അയാൾ വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി തന്നെയാണ്. സച്ചേട്ടാ, ശിവരാമേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവിടെ നിർത്താൻ സമ്മതിക്കരുത്. താൻ എന്തായി പറയുന്നേ? അതെ സച്ചേട്ടാ, എനിക്ക് ആ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. താൻ ഇങ്ങനെ ടെൻഷനാവാതെ. കുഞ്ഞിനെ കൊണ്ടുപോകാനൊന്നായിരിക്കില്ല അയാൾ വന്നത്. മാത്രമല്ല, നിയമപരമായി അയാൾക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ബാധ്യതയില്ല. നിയമപരമായ ബാധ്യതയില്ല എന്നുള്ളത് സത്യ.
പക്ഷെ അയാളുടെ കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നത് അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അയാളെ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ നമ്മുടെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടിയത്. അയാൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരോ? മാനസിക നില തെറ്റിയ അവസ്ഥയിലാ അയാൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നല്ലേ പറഞ്ഞേ? ആ എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാള് ഇപ്പൊ തിരിച്ചു വന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാ. അയാളുടെ ലക്ഷ്യം എന്തായാലും നിയമപരമായി ഇത് നമ്മുടെ കുഞ്ഞാണ്. പക്ഷെ അയാൾ നമ്മൾ കാണാതെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയാലോ? അതിന് തന്നെ അയാൾ വന്നെന്നുള്ളത് എനിക്ക് ഉറപ്പാ.